വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഒബ്വിയസ്ലി നമ്മളുടെ ഓണാഘോഷം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാരും അവരുടേതായ രീതിയിൽ പായസം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ അവര് എനിക്ക് മാർക്കറ്റ് ചെയ്തിട്ട് വിൽക്കാൻ നോക്കുക. അപ്പൊ ഡൈന പറയൂ കുട്ടി. അയ്യോ അവളെ പേര് ഇപ്പഴാ വായിച്ചു നോക്കുന്നേ. ചേച്ചി എന്റേത് പരിപ്പ് പായസമാണ്. എനിക്കൊരു ഡൗട്ട് ഉണ്ടോ അതില് പരിപ്പാണോ? കേൾക്കണോ? ഇരുന്ന് കേൾക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു തരാം. ശരി, അയ്യോ പറയൂ. അതായത് ചേച്ചി ഓണപരിപാടി ആയിക്കൊള്ളട്ടെ, ഒരു സദ്യ ആയിക്കൊള്ളട്ടെ, ഏറ്റവും പ്രധാനിയാണ് പരിപ്പ്. അപ്പൊ നമ്മൾ പായസങ്ങൾ ഉണ്ടായിരിക്കും. ഇതിന്റെ കൂടെ ഒരു ജലൂസിന്റെ ഗുളിക കൂടെ കഴിക്കണം, ഗ്യാസ് കയറും. ചേച്ചി പറഞ്ഞാൽ വിശ്വസിക്കൂ, ഇന്ത്യ മഹാരാജ്യം കണ്ട ഏറ്റവും വലിയൊരു യുദ്ധം വരെ ജയിച്ചത് ഈ പരിപ്പ് പായസം കൊണ്ടാണ്. ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് പരിപ്പ് പായസം കൊടുത്തിട്ട് രണ്ട് ശക്തമായ സാമ്രാജ്യം തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായി. ഇപ്പൊ രാജാവിന് അറിയില്ല എങ്ങനെ ജയിക്കും. ഭയങ്കര ബോറിംഗ് ആണ്. ഇവിടെ വരും അടുത്ത പായസം ഞാൻ വെച്ചുതരാം. അതായത് സംഭവം പായസം എന്ന് പറയുന്നത് ചേച്ചി പാതാളം, തോവാളം, കോവളം, എല്ലാത്തിലും ഓണമുണ്ട്. ആര് പാതാളത്ത് മഹാബലി ഈ പായസത്തിൽ ഓളം ഇല്ല. ഇല്ല പറഞ്ഞാലോ, തോവളത്ത് പൂ പറിക്കുന്നു, കോവളത്ത് പോയി ഓണം ആഘോഷിക്കുന്നു. കോവളത്ത് എന്തുണ്ട്? ഇല്ലല്ലല്ല, ആ കടലുണ്ട്. ആ കടലിന്റെ അടുത്തൊരു കടയുണ്ട്. ആ കടയിലുണ്ട് കടലപ്രഥമൻ. ആര് മേക്ക് ചെയ്ത പ്രഥമൻ? ഗോപിയണ്ണം മേക്ക് ചെയ്ത പ്രഥമൻ. ഈ പ്രഥമനൊരു വലിയ പ്രത്യേകത ഉണ്ട്. ഓരോ സ്പൂൺ കുടിക്കുമ്പോഴും സൗന്ദര്യം കൂടിക്കൂടി വരും. ഈ പരിപ്പ് പായസം ഉണ്ടാക്കിയത് പോലീസുകാരൻ ഇടിച്ച് പരിപ്പിളക്കി ഉണ്ടാക്കിയ പായസം. പ്രിയ ജനങ്ങളെ, കേരള ഫയർഫോഴ്സ് ഒന്ന് ശ്രദ്ധിക്കണം. ഇത് കഴിക്കുമ്പോ തീ എത്തും. അല്ല, തീ ചിലപ്പോ കത്തും. കാരണം അത് എന്താന്ന് വെച്ചാൽ സേമിയ പായസം എന്ന് പറയുന്നത്, ചേച്ചി ഒന്ന് നോക്കുകയാണെങ്കിൽ ഇതില് ചിലപ്പം എഴുതിയിരിക്കുന്നത് സെമിയ പായസം. ഡ്യൂപ്ലിക്കേറ്റ് അല്ല, അതാണ് പറയാൻ വന്നത്. അതായത് സേമിയ പായസം എന്ന് പറയുന്നത് വീട്ടിൽ പെട്ടെന്ന് നമുക്ക് ഗസ്റ്റ് വന്നാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ആ അറ്റം തൊട്ട് ഇങ്ങനെ അറ്റം വന്ന് നോക്കുവാണെങ്കിൽ ഫുള്ള് റിസ്ക് ആണ്. ഗ്യാസ് ആണ്. പക്ഷെ എന്റെ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവില്ല. പക്ഷെ എന്താണോ, എനിക്ക് പാലിന്റെ അലർജി ആയതുകൊണ്ട് പ്രശ്നം ഉണ്ടാവും. ഏത് പരിപാടി എന്ത് പറയുന്നത് നമുക്ക് ഒന്നുമില്ല. പഴം മാറ്റി വെച്ച് എന്തെങ്കിലും ആഘോഷം നമുക്ക് ഉണ്ടാ. ഒന്നാമത് ഈ ഫ്ലോറിൽ ഇത്രയും പഴങ്ങൾ നിൽക്കുമ്പോ നിങ്ങൾ വാഴയും ഞാൻ പഴവും. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പഴം എന്നുള്ള സാധനം എല്ലാ സാധനത്തിലും പഴം വേണ്ടേ. നമ്മളിപ്പോ കല്യാണം കഴിക്കുന്ന സാമ്പ്രാണത്തിന് കുത്തി വെക്കാൻ മേലും പഴം. അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ട് പഴം. അതുകൊണ്ട് ഈ പഴം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഓക്കെ ചെയ്യും. വാഴ എന്നാണ് പഴം. വാഴയുടെ എല്ലാ സാധനങ്ങളും കൂടെ ഉള്ളതല്ലേ. ഇതാ വാഴപ്പഴം. ചേച്ചി നമുക്കിപ്പോ രാവിലെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും കാര്യമുണ്ട് നമ്മൾ പഴം കഴിക്കൂലേ ചേച്ചി? പായസത്തിന്റെ പറ്റിയല്ലേ ആ പഴം കൊണ്ടുണ്ടാക്കി ഒരുത്ത പഴം കണക്കിന്ന് പറയല്ലേ ചൊന്നു വാങ്ങിയേച്ചി. ഇവരോടൊക്കെ ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാൻ പറയൂല. ചേച്ചി, കേരളത്തിന്റെ ദേശീയ ദേശീയ പഴമാണ് ചക്ക. നമ്മുടെ നോബി ചേട്ടന്റെ സൈസിൽ ഒരു ചക്ക കർണാടക ബോർഡർ. ഞാൻ എന്റെ ഞാൻ വെട്ടി ഞാൻ ഉണ്ടാക്കിയതാ. ഇവരുടെ ഒക്കെ പായസത്തിൽ ഷുഗർ ഉണ്ടാവും. ഇതിൽ ഷുഗർ ഇല്ല. കാരണം ചക്കയില് ഷുഗർ ഉണ്ട്. ഷുഗർ ഇല്ല, ഗ്യാസ് ഇല്ല, ചക്ക ഇല്ലാത്ത കേരളത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഒളഞ്ഞു പോലെ ഇരിക്കും. ചിന്തിക്കാൻ പറ്റുമോ? പരിപ്പില്ലാത്ത പായസം ഉണ്ട്. ചക്ക പായസം ചേച്ചി അധികം ഇതൊക്കെ വിടിയേച്ചി ഇത്രയും നല്ലൊരു പായസം പഴം ആലോചിച്ച് നോക്ക്. പഴം പായസം ചേച്ചിക്ക് പാല് അടിക്കാമോ? ഓണം പ്രമാണിച്ച് കടലപ്രഥമ ഫ്രീ ആണ്. വേണ്ട 3 വീട് ഉറങ്ങുമല്ല. ഒറ്റ കച്ചവടത്തിൽ എനിക്ക് കാര്യം പറയാം. ഒരു ശർക്കര ഒന്നും ചേർക്കാണ്ട് അതാണ് ഇവർക്ക് അറിയില്ല. ശർക്കര ഉണ്ടാക്കുന്നതിന് പാലുകൊണ്ട് ഉണ്ടാക്കുന്നതിന് ഓണ സമയത്ത് ഈ എല്ലാം പായസങ്ങൾ എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഏറ്റവും നന്നായി നമ്മളല്ലേ ഭയങ്കര മാർക്കറ്റിംഗ്, ഭയങ്കര ഇങ്ങനെ പുഷ് ചെയ്തിട്ട് ഭയങ്കര ഫിയേഴ്സി ഒരു മാർക്കറ്റിംഗ് ചെയ്ത ഒരേ ഒരാളാണ് ഒരു പഴം മറ്റൊരു പഴത്തിനെ പ്രൊമോട്ട് ചെയ്തു അല്ലേ?
ആരാണ് പഴം? ഞാൻ ഈ പഴത്തിന് ചേച്ചിയല്ല പറഞ്ഞ ചേച്ചി ഒരു പഴം. എന്നെയാണോ വിളിച്ചത് എന്റെ അമ്മ സത്യം, ചേച്ചിയാണ് സത്യം. ആര്? ഞാൻ എന്റെ അമ്മയാണോ? അല്ല, എന്റെ അമ്മ സത്യം, ചേച്ചിയാണ് സത്യം. ഒരു പഴം വേറൊരു പഴത്തിനെ മാർക്കറ്റ് ചെയ്തു. ഇപ്പൊ മനസ്സിലായോ? അല്ല, ഒരു മിനിറ്റ്, അത് ഞാൻ cash ചെയ്യാം. അല്ല, ഒരു മിനിറ്റ്, നോബി ചേട്ടൻ ഇത് മാർക്കറ്റ് ചെയ്തേ, ഇത് മാർക്കറ്റ് ചെയ്ത്, നിങ്ങൾക്ക് ഇതിന് അർഹതയുണ്ട്. ഒരു പഴത്തെ മാർക്കറ്റ് ചെയ്യുന്നു, മാർക്കറ്റ് ചെയ്യും. എടി എന്റെ കടല മതി എനിക്ക് ചേച്ചി. പടക്കം മാറി നിൽക്കൂ, പടക്കം. ഹലോ ഹലോ, ഇവിടെ സമ്മാനം കഴിഞ്ഞാണ്. ഇനി എത്തിരണം ഫോൺ. ഈ മുണ്ട് എന്തിനാണ് പാലക്കാട് ചേച്ചി, ഞാൻ പായസം ഉണ്ടാക്കിയ മൂന്ന്. ശരി ശ്വേത ചേച്ചി, എങ്കിൽ ഞാനൊരു റിക്വസ്റ്റ് ഉണ്ട്. സെക്കൻഡ് പ്രൈസ് എനിക്കാന്നറിയാം, പക്ഷെ ആദ്യം പേര് ശരിയായിട്ട് എഴുതിക്കോട്ടെ, അതിന്റെ പ്രൈസ് അല്ല ഞാൻ പറഞ്ഞു, അപ്പൊ അത് സെമി ആണെന്ന് ഞാൻ പറഞ്ഞു. സത്യം പറഞ്ഞ സെക്കൻഡ് പ്രൈസ് എലിനേക്ക് തന്നെയാ. അതൊക്കെ self marketing. സത്യമായിട്ട് തേർഡ് നമ്മളുടെ ചക്ക നല്ല പായസം. രീതിയിൽ പറഞ്ഞു. കേരളത്തിന്റെ ദേശീയ പക്ഷി പക്ഷിയാണോ ഫലമാണോ? കേരളത്തിന്റെ ദേശീയ പക്ഷി വന്നിരിക്കുന്ന ഫ്രൂട്ടില് ഉണ്ടാക്കിയ കേരളത്തിന്റെ ദേശീയ പക്ഷി ഏതാ? മലമുഴക്കി വേഴാമ്പൽ. അല്ല, അയ്യോ, എവിടെ മുഴുക്കി? മലമുഴക്കി വേഴാമ്പൽ. അങ്ങനെ പണ്ട് സ്കൂളിൽ തല്ലി പഠിപ്പിച്ചതാണ്. ആണോ ചേച്ചി? നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് മാറ്റണം. കാരണം എന്താ അറിയോ, ഇവരുടെ എല്ലാ സാധനങ്ങളും മൃഗങ്ങളും പക്ഷികളും എനിക്ക് ഒക്കെ ഭയങ്കര വന്നിരിക്കുന്നതാണ്. കടലല്ലേ? പഴം പായസം ഫസ്റ്റ്, വണ്ട് അല്ല, സെക്കൻഡ് പായസം അക്ഷരത്തെറ്റ് സേമിയ, തേർഡ് ഇതാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷെ ഇത് നിപ്പ എന്തോ വന്നിട്ടുണ്ട് എന്നൊക്കെ ഒരു നമുക്ക് പറ്റിയത് ഓൺലൈൻ മാർക്കറ്റിംഗ്. എടി തേർഡ് പ്രൈസ് കടല. കിട്ടി. ചേടിതാ. അല്ല, ഡയാനക്ക് ഇനി എങ്ങനെ കച്ചവടം ചെയ്യാൻ പറ്റും? മൊത്തം അവള് തന്നെ കുടിച്ചു. അതെങ്കിലും നടക്കട്ടെ. ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് പായസ മത്സരം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഈ മത്സരത്തിന്റെ വിജയകർത്താക്കൾ വിജയകർത്താവ് ആയ നമ്മുടെ പ്രമാണി വിധികർത്താവ്. വിജയകർത്താവ് കർത്താവേ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. പ്രമാണി വിജയൻ കർത്താവ്. അതായത് വിജയമുള്ളവരെ ഒരു പരസ്യമുണ്ട്, നാക്ക് തിരിയുന്ന ആങ്കർ. അപ്പൊ എത്രയും പെട്ടെന്ന് അപേക്ഷകൾ ക്ഷണിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നല്ല നാക്ക് തിരിയുന്ന ഒരു ആങ്കർ എത്രയും പെട്ടെന്ന് വരിക. പരിപാടി ഈ ഭൂലോകത്ത് അങ്ങനെ ഉണ്ടാവില്ല. അല്ല എലീന, ഇവിടെ ഒരു കൗണ്ടർ വന്നു. എന്തായിരുന്നു ഈശ്വര, എന്റെ കൗണ്ടർ പോയോ? വിജയ കർത്താവ് എന്ന് പറഞ്ഞില്ലേ, കർത്താവ് വരുമ്പോ ക്രിയ വരില്ല, അത് തെറ്റാണ്. നല്ല സാധനമാണ്. നിനക്കായിരുന്നു ഈ പഴം വേണ്ടത്, പഴം പായസം. ഒന്നുമില്ല, മത്സരം തീർന്നിരിക്കുകയാണ്. ഇനി അടുത്ത പരിപാടി എന്താ പ്രമാണി? ഓണമല്ലേ? ഡിസ്പോസിബിൾ ഗ്ലാസ് എന്റെ ഞാൻ കൊണ്ടുവരാം. അല്ലല്ല, നമുക്ക് മത്സരം തുടങ്ങാം. നമ്മള് ഇത്തവണ വടക്കേക്കര ആദ്യം തുടങ്ങാൻ പോണ പരിപാടി ഒന്നുമല്ല. നമ്മളിപ്പോ ഓൾറെഡി പായസത്തിന്റെ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കേരളത്തിലെ ഏറ്റവും മികച്ച പായസം ഉണ്ടാക്കുന്ന ആളെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ ആർക്കൊക്കെ ആഗ്രഹമുണ്ട്? എല്ലാവർക്കും. എന്നാ കേരളത്തിലെ ഏറ്റവും മികച്ച പായസം വീരനെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ. ചെമ്പകപ്പൂമിനിയാണ് ചന്ദനത്തളീരാസലളിതം ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ ചാരുറ്റ കാരുണ്യ രാഗമാണ് ചെമ്പകപ്പൂമിനിയാണ് ചന്ദനത്തളീരാസലളിതം ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ താരുറ്റ ചാരുണ്യ രാഗമാണ്. നിങ്ങളെന്തിനാണ് ഈ പാചകപൂരി എന്ന് ഡാൻസ് കളിക്കുന്നത്? സ്റ്റേജിൽ പോയി ഡാൻസ് കളിച്ചൂടെ? ഞങ്ങൾ റിഹേഴ്സൽ എടുക്കാൻ വന്നാടോ. അല്ല, 500 പേർക്ക് പായസം ഉണ്ടാക്കാൻ ഏറ്റെടുത്തൊരു വലിയ ആളുണ്ടേനല്ലോ. ആ ആശാൻ എവിടെ? ആശാൻ ഇപ്പൊ വരും. ആ എന്റെ നമുക്ക് ഒന്നുകൂടെ റിഹേഴ്സൽ എടുക്കണം. ഞാൻ പാചകം തുടങ്ങിയിട്ട് 25 വർഷമായി. ആയുസ്സും ആരോഗ്യം തന്നെ അനുഗ്രഹിക്കണേ. എന്നാലും പാചകം നന്നാണെന്ന് പ്രാർത്ഥിക്കരുത്. ഞാൻ ആശാനും നീ ശിഷ്യനുമാണ്. ശരി ആശാനെ, നിനക്ക് പായസം ഉണ്ടാക്കുന്ന കൂട്ടറിയാവും. ആ എനിക്കറിയാം. ആശാനെ ചെറുതാക്കാനൊന്നും നോക്കണ്ട. എന്നാ നീ പറയടാ. 10 ചട്ടി അരിക്ക് 12 ചട്ടി ശർക്കര, അതൊക്കെ കൂട്ടി അങ്ങ് മിക്സ് ചെയ്ത് അരച്ചട്ടി അണ്ടിപ്പരിപ്പും അരച്ചട്ടി കിസ്മിസും കൂട്ടി അങ്ങ് ഇളക്കി കോരി ചട്ടി കെട്ടി മേലോട്ട് കൊടുത്താൽ നന്നായിട്ട് കോൺക്രീറ്റ് ചെയ്യാം. കോൺക്രീറ്റ് പണിക്ക് പോണ്ടാനെ പിടിച്ച് പായസം ഉണ്ടാക്കാൻ പറ്റേക്കുന്നു. നിന്നോട് പായസത്തിന്റെ കണക്കാ പറയാൻ പറഞ്ഞാലേ കോൺക്രീറ്റിന്റെ അല്ല. ആശാൻ വെക്കുന്ന പായസം അവസാനം കോൺക്രീറ്റ് പോലെ ആയിരിക്കണം. 1-2 പേർക്കല്ല, 500 പേർക്കാണ് നമ്മൾ പായസം ഉണ്ടാക്കണ്ടേ. അതുകൊണ്ട് ശ്രദ്ധിച്ചിന്നോണം. പിന്നൊരു കാര്യം, നിന്റെ ഒരു കണ്ണെപ്പോഴും തൊണ്ട അടുപ്പിന്റെ അകത്തായിരിക്കണം. ഒരു കണ്ണ് അടുപ്പിലിട്ടാ കണ്ണുകൊണ്ടി പോവില്ല. അവനെയൊക്കെ ഏത് സമയത്ത് കൂടെ അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് തിരിയങ്ങ് തെളിച്ചാലും. ആശാനെ, ഞാൻ ആശാന്റെ കൂടെ 10 വർഷമായില്ല കൂടിയിട്ട്. ഇന്ന് ഞാൻ തിരിയെളുത്താ.
ഞാനാണ് ആശാൻ. ഞാൻ തിരി കൊളുത്തു. അതെന്താ ഞാൻ തിരി കൊളുത്ത ഇത് കത്തില്ലേ? ഞാൻ ആശാനുമായിട്ട് നടന്നതാ. നിങ്ങള് പാചകത്തിന് വന്നാണോ കിടന്ന് ഉരുളാൻ വന്നാണാ? ഈശ്വര, അമ്മേ, മഹാമായ ദേവിയേ, ഞങ്ങൾ അടിയുണ്ടാക്കിയതല്ല. ഞങ്ങൾ ഈ പാചകം ചെയ്തതിന് മുമ്പ് ഒരു ശൈനപ്രദീക്ഷണം അതെ. ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിലേ ആശാനും ശിഷ്യനും കൂടെ ഉരുണ്ട് അടുപ്പിക്കിടന്നായിരുന്നു. കാര്യം നമുക്ക് ഒരുമിച്ച് അങ്ങ് തിരി തെളിയിക്കാം. ആശാനി ഇങ്ങോട്ട് വന്നേ. എവിടെ നീട്ടി ഈ പാചകക്കാരെ? പുതിയ തങ്കച്ചൻ പറഞ്ഞ ആരാ? ആരാ ആരാ? ഒരു മിനിറ്റ്. പുതിയ തങ്കച്ചൻ പാചകം പറഞ്ഞ കൊള്ളൂല. അതല്ല, ഈ വിറകൻ ഇതിനകത്ത് കൊള്ളൂല. പുള്ളി ഉണ്ടാക്കണം പായസം കുടിച്ചാ ബാത്റൂമിൽ പോണം. എന്താ? അല്ല, എനിക്ക് ബാത്റൂമിൽ പോണം. ആ തോണ്ട് നേരെ ഒന്ന് ലെഫ്റ്റ് പോ. എന്നാ ശരി കേട്ടാ. എടാ, അതെടുക്കാണ്ട് പോവല്ല്. അത് വെള്ളമല്ല, എണ്ണയാ. എന്നാ ശരി, ഞാൻ പോന്നേ. ആശാരെ, ഞാനാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. ഓ, കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റ് ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അതിന്റെ അതൊക്കെ ഞാൻ പിന്നെ പറയാം. ആശാരെ, പായസം ജോറായിരിക്കണം. സത്യം പറ, നിങ്ങൾക്ക് പായസമാണ് വേണ്ട, അത് ചോറ. പായസം ജോറായിരിക്കണോന്ന്. അത് പിന്നെ ചോദിക്കണോ? ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ഞാൻ ഈ വെസ്റ്റേൺ ഉണ്ടാക്കും, ചൈനീസ് ഉണ്ടാക്കും. അറബിക്ക് ഉണ്ടാക്കില്ലേ? അറബിക്ക് ഉണ്ടാക്കണമെങ്കിൽ അറബി ഉണ്ടാക്കിക്കോളൂ. അപ്പം വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കണ ആളാണ്. അതെ അതെ. ആശാനേ, ഈ കക്കൂസ് ഉണ്ടാക്കി മുള്ളുവായിരുന്നു ഇത്ര നേരം. അല്ല ആശാനെ. അയ്യോ അയ്യോ, എന്താ ചിരിക്കണേ? അല്ല, ഇന്നലെ ഒരു രസകരമായ സംഭവം ഉണ്ടായി. എന്തോ ആശാനെ അത്? അധികം രസമൊന്നുമില്ല, നീ പോയി പാചകം അതെ. ഞങ്ങൾ ഇന്നലെ ഒരു സഞ്ജയനമായിരുന്നു ഞങ്ങൾക്ക് പാചകം. 8 കൂട്ടം കറികളുണ്ടായിരുന്നു. 8 കൂട്ടം കറികളും കൂട്ടിയിട്ട് അവർ 10 കൂട്ടം കറികളും തന്നിട്ട് പോയി. എന്തൊക്കെ ഉണ്ടായിരുന്നു? സാമ്പാർ, കീമ്പാർ, അവിയല്, കുവിയല്, പച്ചടി, മുച്ചടി, തോരൻ, കീരൻ. അത് 4 കൂട്ടമല്ലേ ഉള്ളൂ? ആര് പറഞ്ഞു? സാമ്പാർ, കീമ്പാർ 2 വായ, തോരൻ, കീരൻ 4 വായ, അവിയല്, കുവിയല് 6 വായ, കിച്ചടി, മുച്ചടി 8 വായ. ഇതിന് 10 അല്ല 16 കൂട്ടം വിളിച്ചിട്ട് പോണായിരുന്നു ആൾക്കാർ. പുഞ്ചിരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഒരു പ്രത്യേക അറിയിപ്പ്. മത്സര ഇനങ്ങൾ ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. അടുത്തതായി കുടുംബശ്രീ വനിതകളുടെ സ്പെഷ്യൽ പായസ വിതരണം ആരംഭിക്കുന്നതാണ്. എല്ലാവരും പായസം കുടിക്കാനായി ക്ലാസ് കൊണ്ട് അവിടെ ക്യൂ നിൽക്കാണ്. വേഗം വേഗം ഉണ്ടാക്കി. 500 പേർക്ക് പായസം ഉണ്ടാക്കണം. ശരിയായില്ലെങ്കിൽ ടെൻഷൻ ആവാതിരിക്കെ. ഞാൻ പറയുന്ന സാധനങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ശരിയാക്കി തരാം. എന്ത് സാധനങ്ങള്? 2 തോർത്ത്, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ. വിളിച്ചത് അവിടെ കൊറേ ഉണ്ടല്ലോ. അല്ലെന്ന്, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ. എടുത്തോണ്ടരാ. ഓ, പിന്നെ ഈ പായസം ശരിയായില്ലെങ്കിൽ നിങ്ങൾ 2 പേരും ഇവിടെ നിന്ന് വിടത്തില്ല. ഞങ്ങളെ 500 പെണ്ണുങ്ങളുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ആണുങ്ങളാരും ഇല്ലല്ലോ. തടിമാടന്മാരുണ്ട്. ചക്കിലാട്ട വെളിച്ചെണ്ണയും തോർത്തുതാ. വേഗം വേഗം. അപ്പൊ ആദ്യം തോർത്തിന്റെ പരിപാടി തുടങ്ങുക. ശിഷ്യ പിടിക്കൂ. ഈ തോർത്തിന്റെ അറ്റവും ഇറ്റവും പിടിക്കുക. പിടിക്കാന്ന് പറയാൻ സമയമില്ല, പിടിച്ചു അതിന്റെ മണ്ടക്കോട്ട് ഇടുക. ഇതിനോട് മണ്ടക്കകത്തോട്ടോ? ഇതില്ലേ? ഇനി ഞങ്ങള് പിടിച്ചിട്ടു. അടുത്തത് എണ്ണ. കൈ കുഴിക്കും. അല്ല, ഈ കൈന്റെ ഉള്ളിലേക്ക് എന്തിനാ ഒഴിക്കണേ? കൈ തേച്ചങ്ങോട്ട് ഒഴിച്ചിട്ട് കാലിലോട്ട് തേക്കുക. എന്തിനാണ് തേക്കണത്? കൈ മുതൽ പാദസ്യ വരെ അല്ലേ? ഓ, ക്ഷമിക്കണം, പായസം കുളമായിരിക്കുന്നു. ഞങ്ങൾ ഓടി പിടിക്കാതിരിക്കാനല്ലേ ഈ കാലിൽ എണ്ണ ലഭിച്ചത്. പായസം കുളമായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ട്രിക്ക് ഉപയോഗിച്ച് ഓടണ്ടേ? പ്രിയമുള്ളവരെ, കുറുക്കമ്പൂല KICB ഓഫീസിന്റെ ഈ വർഷത്തെ ഓണാഘോഷത്തോടനുബന്ധിച്ച കലാകായിക മത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അടുത്തതായി നടക്കാൻ പോകുന്നത് സുന്ദരിക്ക് പൊട്ടുതൊടൽ. സുന്ദരിയായിട്ട് നിൽക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഈ KICBയിലെ സുന്ദരി രാധിക. ഞാനല്ലേ ഇവിടുത്തെ ഏറ്റവും നല്ല സുന്ദരി. മേഡം അതിതീവ്ര സുന്ദരിയാണ്. പൊട്ടുതൊട ഇത്ര സൗന്ദര്യം വേണ്ട. അതെ, രാധികയാണ് സുന്ദരിയായിട്ട് നിൽക്കാൻ പോകുന്നത്. അപ്പോ സുന്ദരിക്ക് പൊട്ടുതൊടാൻ വേണ്ടി ഈ ഓഫീസിൽ നിന്ന് വരുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ലൈൻമാൻ ബാബു. ലൈൻമാൻ ബാബു
ബാബുവാണ് സുന്ദരിക്ക് പൊട്ടു തൊടാൻ വേണ്ടി ആദ്യമായി എത്തുന്നത്. ഇതാ പിടിപൊട്ട് മത്സരം ആരംഭിക്കുകയാണ്. കറക്കി വിട്. കറക്കി വിടാം. അവിട്ടമല്ലേ? അല്ല സാറേ അത്തോടെ അവിടെ കിടന്ന് കണ്ണു കുത്തി പൊട്ടിക്കാതെ ഇവിടെ വന്ന് പൊട്ടു കുത്തിക്കാൻ നോക്കണാവേ. സാറേ ഒന്നും കൂടെ കറക്കി വിട്. ബാബു ബാബു ഇതാ ഒരു പോസ്റ്റിൽ കയറുന്ന ലാഘവത്തോടു കൂടി സുന്ദരിക്ക് പൊട്ടു തൊടാൻ വേണ്ടി വരികയാണ്. സുന്ദരി എവിടെ എന്ന് തപ്പിക്കൊണ്ടാണ് ബാബുവിന്റെ വരകം. അടുത്തെത്തിയിരിക്കുന്നു. നീ എന്നാണ് തപ്പുന്നേ? ആദ്യം സ്ഥാനം കാണട്ടെ. സ്ഥാനം കാണാനത് കിണറല്ല, എനിക്കുള്ള പൊട്ടുകുത്തിരാ. ബാബു അതാ അളവെടുക്കുന്നു. ബാബുവിന്റെ ആ ലൈൻ വലിക്കുന്ന ലാഘവത്തോട് കൂടിയുള്ള ഒരു മുന്നേറ്റമാണ്. ഇതാ എത്തി എത്തി എത്തി. ബാബു വിജയിക്കുമെന്ന് ഉറപ്പാണ്. റെഡി റെഡി. ഒന്നുകൂടെ. അയ്യോ എന്റെ തലക്ക് എന്തോ വന്നടിച്ച്. ഞാനാണോ? എന്ത് കാര്യത്തില്? ദൈവമേ, കണ്ണു കാണാത്ത ഞാൻ എന്ത് കാണിച്ചതാണ് പറയണത്? ബാബുവേ, നിനക്ക് ഒട്ടും കണ്ണ് കാണത്തില്ലേടാ? ഇല്ലല്ലേ, കണ്ണു കെട്ടിയാക്കേല്. ബാബു നിനക്ക് ഒട്ടും കണ്ടൂടാ? എനിക്ക് കണ്ടൂടാ കണ്ടൂടാ കണ്ടൂടാ. ഷോ പാവോടാ, കാണാഞ്ഞിട്ടല്ലേ, കഷ്ടമല്ലേ? ബാബുവേ, ഒട്ടും കാണത്തില്ല. നിനക്ക് ഒട്ടും കണ്ണ് കാണത്തില്ലേടാ? KCBയുടെ LED ബൾബ് പോലെ ആണല്ലോടാ നിന്റെ കണ്ണിരിക്കുന്നത്. കളിക്കാറില്ലല്ലേ? അടുത്തതായിട്ട് ഈ KCBയുടെ VOയെ ഞാനാണ് മത്സരിക്കാൻ പോകുന്നത്. രഞ്ജിത്തെ, അനൗൺസ്മെന്റ്. രഞ്ജിത്തെ, അനൗൺസ്മെന്റ് ചെയ്യുന്നില്ലേ? പറ്റൂലെന്ന്. ഒട്ടുകത്തില് മത്സരം ഇല്ല, അത് നിർത്തി. അതെങ്ങനെയാ നിർത്തിയത്? ഞാൻ ഇവിടുത്തെ VO അല്ലേ, എനിക്ക് വലിയ ആഗ്രഹങ്ങൾ അല്ല, എനിക്ക് വലിയ പൊട്ടുകുത്തണമെന്ന് ആഗ്രഹം. അത് പറ്റത്തില്ല. ബാബു ചേട്ടന്റെ പ്രവൃത്തി അത്രയ്ക്ക് അങ്ങോട്ട് സൂചിച്ചില്ല, അതുകൊണ്ട് അത് പറ്റത്തില്ല. അയ്യോ, ഡോണ്ടു ബാബുവിനെ പോലെ അല്ല ഞാൻ. ബാബുവിനെ പോലെ ഒരിക്കലും ഞാൻ ഇങ്ങനെ കയ്യെ വന്ന് തൊടത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും എത്ര സുന്ദരിയെന്ന് എന്നെ പുകഴ്ത്തി പറഞ്ഞാലും ശരി തന്നെ, ഈ മത്സരം നടത്തണമെന്നുണ്ടെങ്കിൽ വല്ല ഫോട്ടോയിലും പൊട്ടു കുത്തിയാ മതി. ഓട്ടോയിലെന്റെ പാട്ടി കൂത്തും. എന്റെ അത്തപ്പൂക്കളം ഊത്തപ്പം പോലെ കിടക്കുന്ന കിടപ്പ് കണ്ടോ? അതുപോലെ സാറിന് ഒച്ചയെടുത്ത് വിളിച്ചപ്പോ ഞാൻ പേടിച്ചു പോയില്ലേ? പുതിയായിട്ട് വന്ന രഞ്ജിത്തെ അറിയാവോ? 50,000 രൂപയുടെ പൂവാണ് ഈ കിടക്കുന്നത്. എത്ര? 25,000, 10,000. എന്നാലും പൂവുണ്ടല്ലോ. അറിയാവോ, കഴിഞ്ഞ ഓണത്തിന് നമുക്ക് അത്തപ്പൂക്കളത്തിന് ഫസ്റ്റ് കിട്ടിയില്ല. ചെറിയൊരു കാരണത്തിനാണ് നമ്മുടെ അത്തപ്പൂക്കളത്തിന് മത്സരത്തിൽ നമ്മൾ പരാജയപ്പെട്ടത്. അത് കറക്റ്റ്. അത് ഞാൻ പറഞ്ഞുതരാം. ഈ പുള്ളിക്കാരന് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് എല്ലാം സെറ്റ് ചെയ്ത്, പക്ഷെ അത്തപ്പൂക്കളത്തിന് മാർക്ക് ഇടാമെന്നപ്പോ നിസ്സാര കാരണം പറഞ്ഞോണ്ട് അവര് മാർക്ക് കിട്ടുന്നില്ല. അതെന്തിനാണ് ഈ നിസ്സാര കാരണം? പൂക്കൾ കിട്ടില്ല. പുതിയായിട്ട് വന്ന രഞ്ജിത്തെ, ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാ കാര്യത്തിനും ഓടി നടക്കാൻ ഞാൻ ഒറ്റ ഒരുത്തനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മറന്നുപോയി. അപ്പൊ ബാക്കി വന്ന പായസം മുഴുവനും പാത്രത്തിൽ പൊതിഞ്ഞ് കുടുംബത്തോട് കൊണ്ടുപോകാൻ സാർ മറന്നുപോയില്ലല്ലോ. പച്ചടിയും കിച്ചടി അച്ചാറും കൊണ്ടുപോകാൻ നീ മറന്നില്ലല്ലോ. ഞാനൊന്നല്ല കൊണ്ടുപോയത്, അതൊക്കെ ബാബുവാ കൊണ്ടുപോയത്. ഞാൻ ആ വെയിലാണ് കൊണ്ടുപോയത്. നിങ്ങൾ ഇന്നലെ വാരി കെട്ടിക്കൊണ്ട് പോയിട്ടെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ സദ്യ നടത്തപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയാ? ഓ, എങ്ങനെ കിട്ടും? സദ്യ വിളമ്പുന്നതിന് മുന്നേ എല്ലാവർക്കും വാരിക്കെട്ടി വീട്ടിൽ കൊണ്ടുപോകാനല്ലേ അത്യാവശ്യം. അപ്പൊ രാധികേ? അയ്യോ, എനിക്ക് ഒന്നും കിട്ടിയില്ല, മുഴുവൻ പട്ടിണിയായിരുന്നു. എല്ലാവരുടെ കൂടി ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇനി KCB 2 വർഷം കൂടി ഓണം ഉണ്ടാണുള്ളൂ. ആയിക്കോട്ടെ, ബാക്കി 15 കൊല്ലം കസേര ഇരുന്ന് ഞാൻ കൊണ്ടോളാം. അപ്പം ജാകാൻ നോക്കിയിരിക്കാ കട്ടിലേക്കറി കിടക്കാനല്ലേ? അതല്ല സാറേ, സാറ് കഴിഞ്ഞാ പിന്നെ അടുത്ത ഞാനല്ലേ. അപ്പൊ ഞാൻ എല്ലാവരുടെ കൂടി ഒരു കാര്യം പറയാം. ഇപ്രാവശ്യം അത്തപ്പൂക്കുളം പെണ്ണുങ്ങൾ ഇടുക. തുമ്പിതുള്ളലും കൊട ഊതലും ഞാനായിരിക്കും. അതൊന്നും ശരിയാവൂല. തുമ്പിതുള്ളൊക്കെ പെണ്ണുങ്ങളല്ലേ. കഴിഞ്ഞ പ്രാവശ്യം അധികം സൂപ്പർ ആയിട്ടാ തുള്ളിയത്. അത് തുമ്പി തുള്ളിയതാണ്. ഞാൻ വിചാരിച്ച ചോറ് കിട്ടാണ്ട് കളിച്ചു തുള്ളിയതായിരിക്കും. എടാ, നിന്റെ പൊക്കളെ ഞാൻ കുത്തിപ്പൊട്ടിക്കും. എന്നാലും തുമ്പിതുള്ളലും കൊട ഊതലും ഞാൻ തന്നെ. നടക്കൂല. തുമ്പിയുള്ള പെണ്ണുങ്ങളുടെ ആണുങ്ങൾ വേറെ എന്താ കുടം തുള്ളൽ എന്താന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ തുള്ളിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറ അത്തോട്ട് ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കരുത്. ഒരു കാര്യം ചെയ്യ് മേഡം, ചൊന്നേ മേഡം എന്തായാലും ഇനി 15 വർഷം മേഡത്തിന് ഇവിടെ ഉണ്ടല്ലോ. മേഡത്തിന് തുമ്പിതുള്ള കൊടകൂത എല്ലാം ചെയ്യാം. 2 വർഷം കൂടെ ഉള്ളു സാറിന്. സാറ് എന്നെ ഈ വർഷത്തെ തുമ്പിതുള്ളലും കൊടകൂതലും. പുതിയതായിട്ട് വന്ന രഞ്ജിത്തിന് അഭിപ്രായമുണ്ട്. അടിപൊളി. എവിടെ പോണ്? കോസ്റ്റ്യൂം ഇട്ട് എന്നെ കണ്ടിട്ടില്ലേ? ഇല്ല. ഈ കൊട ഊതിയും തുമ്പി തുള്ളി വരുമ്പോ എന്റെ ആവേശം ഇങ്ങനെ കേറിട്ട് എനിക്കിങ്ങനെ ഒരു വിറയില വരുന്നത്. ഒരു അനുഗ്രഹം വരും. രഞ്ജിത്ത് കണ്ടിട്ടില്ല? ഇല്ല. ഇപ്പൊ കണ്ടോണോ? അല്ലേ? ഓക്കെ, അപ്പൊ സാർ റെഡി ആയിട്ടു.
നിങ്ങൾ എന്താണ് ഈ ആ സാറ് തുമ്പ് തുള്ളാന്ന് പറയുമ്പോ വേണ്ടാന്ന് പറയണത്? അല്ല, പുതുതായിട്ട് വന്ന് രഞ്ജിത്ത് കണ്ടിട്ടില്ലല്ലോ. ഇല്ല, ഞങ്ങള് കണ്ടിട്ടുണ്ട്, അതാ കേട്ടാന്ന് പറഞ്ഞത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, സാറ് എന്തായാലും ഒരുങ്ങി വരുമല്ലോ, അതുകൊണ്ട് നമുക്ക് അടുത്ത മത്സരങ്ങളിലേക്ക് പോകാം. പ്രിയമുള്ളവരെ, അടുത്തതായി KCB നടത്തുന്ന പോസ്റ്റിൽ കയറ്റ മത്സരം. സാധാരണ കൗങ്ങിലല്ലേ കേറണത്? അത് സാധാരണ ഗബ്ബ് അല്ലേ, നമ്മളത് KCB അല്ലേ, അപ്പൊ നമ്മൾ പോസ്റ്റിൽ കയറ്റ മത്സരം. ബാബുവാണ് നമ്മുടെ ബാബു, ഇതാ പോസ്റ്റിൽ കയറാൻ പോകുന്നു. ബാബു. എന്റെ പൊന്ന് രഞ്ജിത്ത്, അല്ലെങ്കിൽ തന്നെ 24 മണിക്കൂർ ഞാൻ ആ പോസ്റ്റിന്റെ മുകളിലാ. ഓണമായിട്ടാണ് ഞാൻ അതിൽ നിന്ന് താഴ്ത്തിറങ്ങിയാക്കണത്. പിന്നെ വലിച്ചെന്റെ മുകളിൽ കയറ്റാണ്. അത് ശരിയാണ്. വേണ്ട, ഞാൻ കേറൂല. അങ്ങനെയാണെങ്കിൽ രാധിക പോസ്റ്റിൽ. അയ്യോ, ഞാനിങ്ങനെ കേറും. വനജ ചേച്ചി കയറിയ കിടക്കും. ഇല്ല, എനിക്കറിയാൻ പാടില്ല. പിന്നെ ആരെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ കയറാം. അയ്യോ, അതൊന്നും വേണ്ട. നമുക്ക് എന്തായാലും സാറ് വരെ ലേറ്റ് ആവൂലേ, അപ്പൊ ആ സമയത്ത് നമ്മുടെ കൊടവൂത്ത് മത്സരം ഒന്ന് പ്രാക്ടീസ് ചെയ്തല്ലേ ബാബുട്ട? അത് ശരിയാ. കാരണം സാറ് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ പാട്ട് ക്ലിയർ ആയിരിക്കും. എന്നാ പിന്നെ കൊട എടുത്തു, കൊടവൊക്കെ എടുത്ത് നമുക്ക് ആ പ്രാക്ടീസ് അങ്ങ് തുടങ്ങാം. ബാ ഞാൻ അനൗൺസ് ചെയ്ത് നോക്കണം. അനൗൺസ് ചെയ്തോ. അടുത്തതായി കുറുക്കൻമൂല KCB അംഗങ്ങൾ അവതരിപ്പിക്കുന്ന കുടമൂത്ത് മത്സരമാണ്. അതിനായി ആദ്യം പങ്കെടുക്കാനെത്തുന്നത് നമ്മുടെ സ്വന്തം ലൈൻമാൻ ബാബു. കൂടെ തീ പെണ്ണേ, നിന്റെ കൂടത്തിന്റെ വിലയൊന്നു പറഞ്ഞു താടി. കൂടത്തിൽ പെണ്ണേ, നിന്റെ കൂടത്തിന്റെ വിലയൊന്നു പറയുതാടി. കൂടത്തിൽ പെണ്ണേ, നിന്റെ കൂടത്തിന്റെ വിലയൊന്നു പറഞ്ഞുതാടി. കൂടത്തിൽ പെണ്ണേ, കൂടത്തിന്റെ വിലയൊന്ന് പറഞ്ഞു താടി. കൂടത്തിൽ പെണ്ണേ, നിന്റെ കൂടത്തിന്റെ വിലയൊന്ന് പറഞ്ഞു താടി. വിലയൊന്ന് പറഞ്ഞു താടി. കൂടത്തിൽ പെണ്ണേ, നിന്റെ കൂടത്തിന്റെ വിലയൊന്ന് പറഞ്ഞു താടി. കണ്ടാ, ഇപ്പം വിശ്വാസം വന്നാ? ഇല്ല. അപ്പൊ നോക്കിക്കോ. എന്റെ രഞ്ജിത്തെ, നീ കളിക്കണോ? ചത്തുപോവോ? പയ്യേട് 5 മിനിറ്റിനകത്ത് കൊണ്ടുപോയില്ലെങ്കിൽ രക്തം കട്ട പിടിക്കും. വിട്ടോ ഇത് വിട്ടോ. ആശുപത്രി കൊണ്ടുപോവാ. അയ്യോ, എന്റെ അമ്മച്ചിയെ. കുടാമുതടി കുടത്തി പെണ്ണേ, നിന്റെ കുടത്തിന്റെ വിലയൊന്നു പറഞ്ഞു താടി. കുടാമുതടി കുടത്തി പെണ്ണേ, നിന്റെ കുടത്തിന്റെ വിലയൊന്നു പറഞ്ഞു താടി. രഞ്ജിത്ത്, അയ്യോ ദൈവമേ, ഫസ്റ്റ് മേടിക്കണ്ട അത്തപ്പൂക്കളം ഇതാരാ ഇങ്ങനെയാക്കിയിട്ടത്? നമസ്കാരം. നമസ്കാരം. എന്നെ മനസ്സിലായോ? മനസ്സിലായില്ല. നിങ്ങൾ അത്തപ്പൂക്കളത്തിന് മാർക്കിടാൻ വന്നതാ. എവിടെ അത്തപ്പൂക്കളം? ആണ്ട കിടക്കണം. മിസ്റ്റർ, ഇതാണ് അത്തപ്പൂക്കളം. ഒരു അത്തപ്പൂക്കളത്തിന് മാർക്കിട്ട ശേഷമേ ആ അത്ത ഇളക്കാൻ പാടുള്ളൂ. ഇനി ഞാൻ അങ്ങനെ മാർക്കിടും. അഥവാ മാർക്കിട്ടാ തന്നെ ഞാൻ 100ൽ 1000 മാർക്ക് തരും. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെ രാവിലെ എന്റെ വീട്ടിലേക്ക് വന്നം. എന്തിനാ? ഓണമല്ലേ, വിഷുക്കൈനേട്ടം മേടിക്കണ്ടേ? പിന്നെ വരുമ്പോ രാവിലെ തന്നെ വന്നം. അതിനാ? വൈകുന്നേരം ഓണത്തിന് ഞാനല്ലേ പപ്പാഞ്ഞിയുടെ വേഷം കിട്ടുന്നത്. കരോളിന് പോകണ്ടേ? അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ ഈ വർഷം ഈ KCBയുടെ ഓണാഘോഷം സമാപിച്ചിരിക്കുന്നു.
മാവേലിക്കരക്കാരൻ നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ സാന്റാക്ലോസിനെ വിളിച്ച് എണീപ്പിക്കും. ഹലോ സുഹൃത്തെ, ഞാൻ അങ്ങോട്ട് നോക്കിയാണ്. ഉള്ള പായസം കുടിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക അവിടെ. ഒരിക്കലുമില്ല, നിങ്ങൾ നോക്കിയോ? ആഘോഷമല്ലേ? ആളുകൾക്ക് ഏറ്റവും ഇഷ്ടമാണ് ആഘോഷമൊക്കെ, പക്ഷെ എന്തൊരു ആഘോഷമാണ്. ഓണമല്ലേ? അത് ആഘോഷത്തിന്റെ ഭാഗമാ. ഹാങ് ഓവർ. അപ്പം ആഘോഷം പല സ്ഥലത്തുണ്ട്. പല സ്ഥലത്തും ഞങ്ങൾ അങ്ങനെ വേറെ സ്ഥലത്ത് വെറൈറ്റിക്ക് വേണ്ടി ഒരു സ്ഥലത്ത് വെച്ച് ആഘോഷിക്കാൻ പോവാണ്. അതെവിടെയാണ് ആ സ്ഥലം? പോലീസ് സ്റ്റേഷൻ. അണ്ണന്റെ ഓണം അല്ല പറഞ്ഞത്. അണ്ണ എന്താ ജയിലിലാണ് കിടക്കണത്? അല്ല, അത് സംശയമുണ്ടെനിക്ക്. അണ്ണ എല്ലാ ഓണം ഓണത്തിന് ഗസ്റ്റ് ആയിട്ട് അല്ലല്ല, ഒന്നാം ഓണത്തിന് രാത്രി 2 മണിക്ക് പിറ്റേന്ന് പോലീസ് പിടിക്കും. ഇതാണ് ഒന്ന് നിക്കടാ, നിങ്ങൾ നടക്കട്ടെ. അല്ലല്ല, അവർ കൗണ്ടറിന് വേണ്ടി മത്സരിക്കുന്നു. പക്ഷെ അത് ഏറ്റില്ലടാ. അത് ചളി കിട്ടും ചേച്ചി. ഞങ്ങൾക്ക് അവാർഡ് ഏതെങ്കിലും ഒന്ന് കിട്ടിയാ പറയാൻ വന്നല്ലേ. പറയടാ, പറ. അല്ല, അത് കഴിഞ്ഞില്ല, പോട്ടെ. ഇല്ല പറയട്ടെ. അല്ല, ഒന്നാം ഓണത്തിന് തലേ ദിവസം 2 അടിക്കും, അപ്പൊ പോലീസ് പിടിക്കും. പിന്നെ തിരുവോണത്തിന് പോലീസ് സ്റ്റേഷനിൽ ഓണം ആഘോഷിക്കാൻ. ഓക്കെ, അവിടെ ഞാൻ ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷം കാണാം. വാമനന്റെ കാൽക്കഴപ്പ് മാറിയെങ്കിൽ ഒന്ന് അങ്ങോട്ട് മാറിയിരിക്കാവോ? മാറിയിരിക്കാം. അയ്യോ, മാവേലി തമ്പുരാൻ എവിടെയാണാവോ? മാവേലി തന്നെ അവിടെ പുറകെ നിൽക്കുന്നു. അട്ടേ, മാവേലി തമ്പുരാൻ അങ്ങോട്ട് എഴുന്നള്ളുക. എല്ലാവർക്കും ഓണാശംസകൾ. അയ്യോ, കൂണിംഗ് ഗ്ലാസ് വെച്ചിട്ട് മാത്രമേ മാവേലി ഓണാശംസകൾ പറയുള്ളൂ. ചെറുക്കടാ കൂണിംഗ് ഗ്ലാസ്. എല്ലാവർക്കും ഓണാശംസകൾ. പോയിരിക്കടാ. ഒരേ ആ സാങ്കല്പിക കസാരയിൽ പോയിരി. ഞാൻ ഇരിക്കണോ? അല്ല, പിന്നെ ഞാനിരിക്കാം. മേഡത്തിന്റെ മടി ഞാൻ ഇരിക്കാം. അവിടെ നീങ്ങിരിക്കടാ, അങ്ങോട്ട് നീങ്ങിരിക്കടാ. അട്ടേ, ഇവിടെ വാടാ. അങ്ങനെ എടാ പോടാന്നൊന്നും എന്നെ വിളിക്കരുത്. ഞാൻ വാമനനാണ്. ആണോ? അതെ. വാമോനെ വാമന. എന്തോ ഈ ഓണക്കാലത്ത് വാമനന്റെ വേഷവും മാവേലിയുടെ വേഷവും കെട്ടി കണ്ണി കണ്ട ക്ലബിന്റെ മുമ്പിലൊക്കെ അടിയും പിടിയും നടത്തിയിട്ട് നിന്നൊക്കെ ഞാൻ എന്തോ പറയണോടാ? സാർ, ഞാനല്ല വഴക്കുണ്ടാക്കിയത്, ഇവനാണ് വഴക്കുണ്ടാക്കിയത്. ചിപ്രിക്കണ്ണ നിന്നെ ഒട്ടിച്ച് മാംസ ബുക്കേ, ഇവിടെ വാടാ, നിന്നെ ഞാൻ കടിച്ച്, നിന്റെ പുക്കിളി ഞാൻ കടിച്ചു വറക്കൂടാ. ഇങ്ങനെ കടിപിടി കൂടാ. നിങ്ങളുടെ ഭാര്യ വീടൊന്നല്ല, പോലീസ് സ്റ്റേഷനാ. ഭാര്യ പിടി ഇങ്ങനെ കടിപിടാൻ പറ്റൂല. അതെന്താ? ഇവിടെ ചെന്ന് കഴിഞ്ഞാലേ അച്ചി വീടാണ്. അപ്പൊ അവിടെ സൈലന്റ് ആയിട്ട് മാത്രമേ ഇരിക്കാവൂ. എവിടുന്ന് കിട്ടിയടോ ഈ മാവേലിനെ? സാറേ, നല്ല മാവേലിനൊക്കെ ആമ്പിള്ളാരങ്ങ് കൊണ്ടുപോയി. അവസാനം ആർക്കും വേണ്ടാത്ത സാധനത്തിനെ ഇവിടെ കിട്ടിയിരിക്കുന്നത്. പറയുന്ന ആള് പിന്നെ അമിതാഭ് ബച്ചനാണല്ലോ. എന്തിനാ ഇങ്ങനെ വെച്ചത്? ഈ കോമഡി പറയുന്ന നേരത്ത് ഇങ്ങനെ സാധനം വരും. കോമഡി പറയാൻ നേരത്ത് ഇങ്ങനെ വെച്ചാലേ SI വരുമ്പോ നല്ല പഞ്ചിലുള്ള ഇടി കിട്ടും. നോക്കിക്കോ. SI വരൂ അപ്പൊ. SI വരൂ ഇപ്പൊ. അതെ, നമ്മൾ ഇവിടെ നടന്ന് ഒന്നും പറയണ്ട. ഞാൻ പറയൂടാ. ക്ലബിന്റെ അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് ഇവന്മാരാണോ? അതെ. എന്താണ് പ്രശ്നം? അവൻ പറയും. എന്താണ് പ്രശ്നം? അവൻ പറയും. അത് വേറൊന്നുമല്ല, ക്ലബിന്റെ പ്രോഗ്രാമിന് പോയി. സാധാരണ എന്താണ്, 2 അടി നടന്നിട്ട് എന്റെ തലയെ ചവിട്ടണം ആണേ. പക്ഷെ ഇവൻ 1 അടി നടന്നിട്ട് 2 ചവിട്ട് എന്റെ തലയെ ചവിട്ടി. അത് തെറ്റല്ലേ? സാർ, ഞാൻ ചവിട്ടി വന്നപ്പോ കാലി സ്ലിപ്പായി പോയിട്ട് ആ തലയെ കൊണ്ടതാണ്, അബദ്ധം പറ്റിയത്. മനഃപൂർവ്വം ചവിട്ടിയതാണ്. അല്ല സാറേ, അറിയാണ്ട് ചവിട്ടിയതാണ്. സാറേ, ഞാൻ ചവിട്ടിയത് മനഃപൂർവ്വമല്ല, ഇവൻ മനഃപൂർവ്വം എനിക്ക് തടിക്കുവാണ് ചെയ്തത്. ഇനി എന്നെ ഈ മാവേലിയാണ് പ്ലാവലിയാണ് നോക്കൊന്നുമില്ല. ആ ചവിട്ട് പോലെ ഇനി എന്നെ ചവിട്ടി കഴിഞ്ഞാൽ മൂക്കിടിച്ച് ഞാൻ പറത്തി കഴിഞ്ഞാൽ ഇടിക്കും. എന്നെ ഇടിക്കുവോ? ഇടിക്കും. എന്നെയാ? നിന്നെ ഉറപ്പായിട്ട് ഇടിക്കും. എടാ, നീ ഇടിക്കൂ? ഇടിക്കും. ഇടിക്കൂടാ നീ? ഉറപ്പായിട്ട് ഇടിക്കും. ഇടിക്കൂടാ നീ? ഇടിക്കും. ഇടിക്കൂടാ നീ? ഇടിക്കും. ഇടിക്കൂടാ നീ? എന്നെ ഇടിച്ചൂടാ. ഞാൻ മഹാബലിയാണ്. മഹാബലിയെ തല്ലിക്കൂടാ. കിരീടം, വസ്ത്രം എല്ലാം ഉണ്ട്. മായേ, കിരീടം വെച്ച രാജാവാണ്, മഹാബലി തമ്പുരാനാണ്, തല്ലാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ചെന്ന് ചോദിക്കാം. അല്ലയോ മഹാരാജൻ, എന്താണ്? അങ്ങയുടെ കിരീടത്തിന് ഒരുപാട് ഭാരമുണ്ടോ? പിന്നെ ഭയങ്കര വെയിറ്റ് ആണ്. ഇത് എടുത്തു കഴിഞ്ഞാലേ തല ഭയങ്കര ഭാരമാണ്. എന്റെ കിരീടം കൊണ്ട് മാറിയില്ലടാ. ഇത് എപ്പോ നോക്കിയാലും ഇങ്ങനെ തന്നെ. മാവേലി ആയാലും ചവിട്ടിത്താക്കും, ഇവിടെ വന്നാലും ചവിട്ടിത്താക്കും. ഇന്ത്യക്ക് ഓരോ കാര്യം. ഇവിടെ ഒരു ഓണമായിട്ട് മനുഷ്യന്മാര് വീട്ടിൽ പോയി ഒരു ഗ്ലാസ് പായസം കുടിക്കാൻ പറ്റാതെ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് ഇവിടെ നടക്കണം. അപ്പൊ നീയൊക്കെ ഇതുപോലെ ഓരോ വേഷവും കെട്ടി ക്ലബിന്റെ അവിടെ ഇവിടെയൊക്കെ ചെന്ന് നാടി നിന്നെയൊക്കെ എന്ത് ചെയ്താ കൊള്ളാടാ? ഓണം വന്നല്ലോ, പായസം വന്നല്ലോ, ആടിക്കുടിക്കാലോ, ഇനി പാടിക്കുടിക്കാലോ. ഓണം വന്നല്ലോ, പായസം വന്നല്ലോ, ആടിക്കുടിക്കാലോ, ഇനി പാടിക്കുടിക്കാലോ. ആടിക്കുടിക്കാലോ, ഇനി പാടിക്കുടിക്കാലോ. ആടിക്കുടിക്കാലോ, ഇനി പാടി
കുടിക്കാലോ. മായ നിന്റെ ആട്ടം നിർത്ത്. ഇത് പോലീസ് സ്റ്റേഷനാണ്. അതെനിക്കറിയാം. നമുക്ക് ഈ ഓണായിട്ട് വീട്ടിൽ പോവാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ പായസം ഇവിടെ ഉണ്ടാക്കി. ഇവിടെ ഉണ്ടാക്കിയോ? ആ, അപ്പൊ ശർക്കര എവിടുന്ന്? അത് നമ്മുടെ അലമാരിയിൽ ഇരിപ്പുണ്ടായിരുന്നല്ലോ. എന്റെ ദൈവമേ, അത് വാറ്റ് കേസിന് തൊണ്ടി മുതലായിട്ട് പിടിച്ച ശർക്കരയാ. ഇനിയിപ്പൊ നാളെ കോടതിയിൽ ഞാൻ എന്തോ ഹാജരാക്കും. മേഡം ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. നമുക്ക് 10 കിലോ ശർക്കര വാറ്റാം. അല്ല, വാറ്റാന്നല്ല, 10 കിലോ ശർക്കര വാങ്ങിച്ചു കൊടുക്കാം. ഓ, എല്ലാം കണക്കാ. അയ്യോ പുലി വരുന്നു, പുലി എന്നെ കടിക്കില്ല, എന്നെ കടിക്കില്ല, എന്നെ കടിക്കില്ല, എന്നെ കടിക്കില്ല, എന്നെ അയ്യോ എന്നെ കടിച്ചു. നിർത്തടാ. എടാ, എന്താടാ ഇവിടെ? സാറേ പുലി പറിക്കാൻ വന്നതാ. പുളി പറിക്കാനോ? ഈ ഡ്രസ്സിലോ? പുലി പറിക്കല്ലേ സാറേ, പുലി കളിക്കാൻ ഇറങ്ങിയതാന്ന്. നീ എന്നിട്ട് ഇത് ഇവിടെ നിന്ന് സാറേ പറഞ്ഞ ഒരു പട്ടി ഓടി സാറേ എന്നെ. പുലിയെ പട്ടി ഓടിച്ചെന്ന്. അപ്പൊ നീ വന്നപ്പോ പട്ടി കൂടെ വന്നില്ലേ? പട്ടി ഇങ്ങോട്ട് വരത്തില്ല സാറേ, ഇവിടെ സേഫാ. എന്താ സേഫ്? പട്ടിക്കറിയില്ല സാറേ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ തെളിയാത്ത കേസ് മൊത്തം പട്ടി തല വെച്ച് കൊടുക്കും. അങ്ങനെ പട്ടിയുടെ ജീവനം കൊണ്ടുപോയി. ആണോടാ? നാട്ടുകാരെ അങ്ങനെയാണോടാ? ചെറുതായിട്ട് അയ്യോ സാറേ, ആരാടാ അങ്ങനെ പറഞ്ഞേ? നാട്ടുകാരങ്ങനെ ആരാടാ പറയുന്നു അങ്ങനെ സാറേ. പറഞ്ഞേ? ആരാടാ അങ്ങനെ പറഞ്ഞേ? പോയിരിയടാ അവിടെ, പോയിരിയടാ, ഇരിയടാ അവിടെ. അയ്യോ, തവള ഇരിക്കും പോലല്ല, പുലി ഇരിക്കും പോലെ ഇരിയടാ, പുലിക്കുട്ട. എന്നാ പിന്നെ എന്താ? ഞങ്ങളങ്ങ് പോട്ടാ. അതെ, നമ്മൾ തമ്മിലേ നിങ്ങൾ തമ്മില് കോൺട്രാക്ട് അല്ല കോംപ്രമൈസ് ആയി സാറേ. അതുകൊണ്ട് നമ്മൾ ഇനി ഒരിടത്തും പ്രശ്നം ഉണ്ടാക്കൂല. നമ്മളങ്ങ് പോയിക്കോട്ടെ. പുലിയെ കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങൾ പൊക്കോളാം. ആയേ അവർക്ക് പോണോന്ന്. പോയിക്കോട്ടെ, നമുക്ക് പുലിയെ കിട്ടിയല്ലോ. അല്ലേ, പോട്ടെ അല്ലേ, പോയിക്കോ. വ- വ- പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം. ഓണത്തിനെ പറ്റി എന്താണ് പറയാനുള്ളത്? പറഞ്ഞു. പിന്നെ ഓണത്തിനെ പറ്റി പറയാനുള്ളത്, ഞാൻ വാമനാണല്ലോ, ഇത് മഹാബലി. അപ്പൊ വാമനും വന്നു, മഹാബലിയും വന്നു. അപ്പൊ ഞങ്ങൾ പൊക്കോളാം. അതല്ല ചോദിച്ചത്, ഓണത്തിന്റെ ഐതിഹ്യം പറഞ്ഞിട്ട് പോവാൻ. ഐതിഹ്യം അത് പറഞ്ഞിട്ട് നിങ്ങൾ പോക്കോ. ഐതിഹ്യം അങ്ങനെ ഒരു ഐതിഹ്യം ഉണ്ടോ സാറേ? അല്ല അത് നാണോണ്ടോടെ വാമനന്റെ മഹാബലിയുടെ വേഷവും കെട്ടി വന്നിട്ട് ഓണത്തിന്റെ ഐതിഹ്യം അറിഞ്ഞൂടെന്ന് പറയാൻ? ഇല്ല ഞാന് സ്റ്റേഷൻ വരെ ഒന്ന് വന്നറാ. നമ്മുടെ മാവേലി കണ്ണനില്ലേ, ആ മാവേലി കണ്ണനും ആ വാമനും ഷിബു ഇപ്പൊ അകത്താണ്. അവരെ ഒന്ന് പൊക്കാൻ വേണ്ടി വന്നാ. ഇല്ല എടുക്കാം. ഓക്കെ, ആ ശരി വെക്കാം. നമസ്കാരം നമസ്കാരം മാഡം. ഞാൻ പഞ്ചായത്ത് മെമ്പറാണ്. കരമടച്ച രസീത്, ഇത് റേഷൻ കാർഡിന്റെ കോപ്പി. അയ്യോ, ഇത് വില്ലേജ് ഓഫീസ് അല്ല, പോലീസ് സ്റ്റേഷൻ. അല്ല അതെനിക്കറിയാം, ഞാൻ മെമ്പറാന്ന് പറഞ്ഞില്ലേ, ഇവരെ ഒന്ന് ജാമ്യത്തിലിറക്കാൻ വേണ്ടി വന്നാ. നല്ലൊരു ദിവസമായിട്ട് ഇവരെയൊക്കെ ഇവിടെ പിടിച്ചെടുത്തേണ്ട വല്ല കാര്യമുണ്ടോ? അയ്യോ, അവരങ്ങനെ വിടാൻ പറ്റൂല. അതെന്നെ? അത് വിടാൻ പറ്റത്തില്ല. അല്ല വിടണമല്ലോ, കാരണം നമുക്ക് ഇവര് നിസാര ഇന്ന് തിരുവോണമായിട്ട് നല്ലൊരു ദിവസം. ഇന്ന് ഇവരുടെ വീട്ടിലൊക്കെ ചെന്ന് കാണണം. നല്ല വാഴയിലൊക്കെ എടുത്തു വെച്ചിട്ട് അതിലൊരു 3 തരം തോരനൊക്കെ വെച്ച് 2 തരം അച്ചാറ് വെച്ച് നല്ല ചോറിട്ട് പപ്പടമൊക്കെ വെച്ച് അങ്ങോട്ട് സാമ്പാറൊക്കെ ഇട്ട് കുഴച്ചു പിടിക്കുന്ന സമയമല്ലേ തിരുവോണം ഉണ്ടേ. പിന്നെ 3 തരം പായസം. എത്ര തരം? 3 തരം ഇവന്റെ വീട്ടിലാണെങ്കിൽ 4 തരം പായസം. ഇതൊക്കെ കഴിക്കേണ്ട ഓണമായിട്ട് ഇവർ വീട്ടിലില്ലെങ്കിൽ ഭാര്യ മക്കളൊക്കെ കാത്തിരിക്കുന്ന സമയം. അവരെ അങ്ങനെ വിടാൻ പറ്റൂല. അങ്ങനെ വിടുന്ന നല്ലൊരു ദിവസമായിട്ട് അവരുടെ വീട്ടിൽ എങ്ങനെ ശരിയാവണേ? എടാ, അവർക്ക് ഓണത്തിനെ പറ്റിട്ട് ഒരു പിണ്ണാക്ക് പറഞ്ഞൂടാ. ഓണത്തിനെ കുറിച്ച് ഒരു പിണ്ണാക്ക് പറഞ്ഞൂടാ. എന്നാ പറ്റിയത് നിനക്കൊക്കെ? അവൻ ഓണത്തിനെ കുറിച്ച് ചോദിച്ചാൽ അറിയണ്ടേ? അറിയാൻ പറ്റുന്നുണ്ടോ? എങ്ങനെ എനിക്ക് പഞ്ചായത്തിൽ ഇറങ്ങി നടക്കണ്ടേ? സാറേ ഞങ്ങളെ ഒന്ന് രക്ഷിക്കും. അല്ല, ഓണത്തിനെ കുറിച്ച് നമുക്ക് അത്ര വലിയ വിഷയമൊന്നും ആക്കട്ടെ. ഒരു കാര്യം ചെയ്യോ, പഞ്ചായത്ത് മെമ്പർ അല്ലേ, ഒന്ന് പറഞ്ഞു കൊടുക്കും അവർക്ക് ഓണത്തിനെ കുറിച്ച്. ഓണത്തിനെ കുറിച്ച്. ഈ ഓണത്തിനെ കുറിച്ചൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് നിങ്ങൾ പറയാൻ പഠിക്കണം, മനസ്സിലായോ? ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓണത്തിനാണ് ചാലക്കുടി ബിവറേജിലാണ് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത്. ശരിയല്ലേ? പിന്നെ ഓണത്തിന് സ്കൂളിന് 10 ദിവസം അവധിയായിരിക്കും. അവധിയാ. പിന്നെ തിരുവോണം ആവട്ടെ റോഡിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ ഓണത്തിന് പുതിയ സിനിമകൾ ടിവിയിലും വരും, തിയേറ്ററിലും വരും. മനസ്സിലെ? പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചതയത്തിന്റെ ഒന്നും ബീവറേജ് അവധിയാണ്. സാധനം നേരത്തെ മേടിച്ചു വെച്ചേ. ഇപ്പൊ ഓക്കെ അല്ലേ? ഉള്ളു കാര്യം. പിന്നെ പോവാ. ഇതല്ല പറയാൻ പറഞ്ഞത്. ഓണത്തിനൊരു ഐതിഹ്യമുണ്ട്, അത് പറഞ്ഞു കൊടുക്കാനാ പറഞ്ഞത്. നിനക്കൊന്നും അത് അറിഞ്ഞൂടെ? ഐതിഹ്യം എന്ന് പറഞ്ഞാൽ എന്റെ പഞ്ചായത്തിലെ 2 മാവേലിയുടെ വേഷവും കിട്ടി വാമന്റെ വേഷവും കിട്ടി. നിനക്ക് ഐതിഹ്യം അറിയാമല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ. ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഈ എറണാകുളത്ത് പാതാളം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പൊ ഈ പാതാളത്ത് ഈ വാമൻ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു. അവനും അവന്റെ കൂട്ടുകാരൻ മഹാബലിയും കൂടെ എന്തോ ഒരു ഭൂമി തർക്കം ഉണ്ടായി. അങ്ങനെ ഭൂമി തർക്കം ഉണ്ടായി, ഇവര് തമ്മിൽ വഴക്കായി. വാമനൻ ഓടി വന്ന് ഒരു 2 ചാട്ടവും ചാടി ഒറ്റ ചവിട്ട് ഈ മാവേലിക്ക് ഇട്ട്. സംഭവം അവിടെ ഈ കുഴഞ്ഞു കിടക്കുന്ന മണ്ണാണ്. മാവേലി അങ്ങ് താന്നുപോയി. പിന്നെ എല്ലാ വർഷവും ആ ഓർമ്മ മറക്കാൻ വേണ്ടി, സന്തോഷമാകാൻ വേണ്ടിയിട്ട് ഒരു ആഘോഷമാണ് ഈ ഓണം. ഇതാണോടോ ഓണത്തിന്റെ ഐതിഹ്യം? പിന്നെ ഇതല്ലേ ഓണത്തിന് സംശയം. എന്തെങ്കിലും സംശയം ഉണ്ടോ പാതാളത്ത് പിള്ളേരെ വിളിച്ചു ചോദിച്ചാൽ പോരെ? തന്നെയൊക്കെ ആരാടോ പഞ്ചായത്ത് മെമ്പർ ആക്കിയത്? പിന്നെ ഇന്ന് നിങ്ങൾ 3 പേരും ഇവിടെ നിന്ന് പോകുന്നില്ല. അല്ല, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഓണത്തിനെ പറ്റിയുള്ള ഐതിഹ്യമൊക്കെ അറിഞ്ഞു വെച്ച് നമ്മൾ ഇവിടെ നിന്ന് ജോലി ചെയ്യല്ലേ. അപ്പൊ ഇതൊന്നും അറിഞ്ഞുകൂടാതെ ഇവിടെ നിൽക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ മായേ റെഡിയല്ലേ? റെഡി. ഞങ്ങളെതിരെ തല്ലിയത് ഒന്നും അറിഞ്ഞൂടാതെ ഈ വേഷം കെട്ടി നിൽക്കുന്നതിന് ഇതാണ് ഓണത്തല്ല്.
അപ്പൊ എങ്ങനെയാണ് ബാക്കി പരിപാടികൾ? നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് വൈൻഡ് സെഷനിലുള്ള മെഡൽസും അവാർഡ്സും ഒക്കെ നൽകാൻ പോവുകയാണ്. ആർക്കൊക്കെയാ ഓണസമയം ആഘോഷം. അപ്പൊ മികച്ച പുഴുങ്ങൽ ആർക്കാണ്? നിങ്ങൾക്ക് ആർക്കും അറിയില്ലെങ്കിൽ ഞാനൊരു സജഷൻ വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ തന്നോ, ഞാൻ സ്വീകരിക്കാൻ റെഡിയാണ്. എന്റെ ഏതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയ് കർത്ത വിധികർത്ത വിജയ് എന്നൊക്കെ പറഞ്ഞ് നിന്നതിന് വേണമെങ്കിൽ മെഴുകിയാണ്. നമുക്ക് കാണാം, കാണിക്കാം. വേണമെന്നില്ല. കാണൂ. പായസ മത്സരം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഈ മത്സരത്തിന്റെ വിജയ് കർത്താവ് ആയ നമ്മുടെ പ്രമാണി വിജയ് കർത്താവ് വിജയകർത്താക്ക് എന്തായാലും പാർട്ടി ബോംബോട് പൊട്ടിയിരുന്നു നല്ലതായിരുന്നു. മികച്ച ചളി നമുക്ക് അത് നോമിനേഷൻ ഇത്തവണ ഉണ്ടായിരുന്നു. ശ്വേതാജി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ശ്രീ ഉണ്ടായിരുന്നു, അഖിൽ ഉണ്ടായിരുന്നു, ഞാനും ഇടയ്ക്കൊരു ചളി അടിച്ചു. പക്ഷെ ഇതില് എനിക്ക് തോന്നുന്നു മികച്ച ചളി അഖിലിനെ. ജയിലിലാണ് കിടക്കുന്നത്. അല്ല, അത് സംശയമുണ്ട് എനിക്ക്. എല്ലാ ഓണം സ്റ്റേഷനിലല്ല. ഒന്നാം ഓണത്തിന് രാത്രി 2 അടിക്കും, പിറ്റേന്ന് പോലീസ് പിടിക്കും. നടക്കട്ടെ. അല്ലല്ല, അവര് കൗണ്ടറിന് വേണ്ടി മത്സരിക്കുന്നു. പക്ഷെ അത് ഏറ്റില്ലടാ. അത് ചളി കിട്ടും ചേച്ചി, ഞങ്ങൾക്ക് അവാർഡ് ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. എനിക്ക് എല്ലാ നാട്ടിലും സ്ഥിരം ഓണാഘോഷത്തിന് ഇതുപോലെ ഇഷ്ടംപോലെ മെഡൽ കിട്ടാറുണ്ട്. ഇവിടെയും കിട്ടി. സന്തോഷമായില്ലേ? ഞങ്ങളുടെ വീട്ടിലേക്ക് അന്തരീക്ഷത്തിൽ എനിക്ക് കിട്ടി എയറിൽ. പ്രേക്ഷകരെ, ഇന്നത്തെ മികച്ച കൗണ്ടർ നോബിക്ക് പോകുമോ, അഖിലിന് പോകുമോ, അതോ ചരിത്രം സൃഷ്ടിച്ച് ശ്രീവിധിക്ക് കിട്ടുമോ? ഇനി ഇതൊന്നുമല്ല എന്ന് പറഞ്ഞ് ഞെട്ടിച്ചോണ്ട് നമ്മുടെ എൻസൈക്ലോപീഡിയക്ക് കിട്ടുമോ? ആർക്കാണ് ഇന്ന് മികച്ച കൗണ്ടർ? മികച്ച കൗണ്ടർ അഖിൽ. അഖിൽ നിന്നെ കളിയാക്കി. എന്നെ കളിയാക്കിയാലോ? അതെ. അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ട് പഴം. പള്ളിയിൽ പഴമില്ല. പള്ളിയിൽ പോവോ? പഴം ഉണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം. പക്ഷെ ഈ ഇടയ്ക്ക് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ശ്രീവിദ്യയുടെ കഴുത്ത് ഒഴിഞ്ഞു കിടക്കുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ വീട്ടിൽ പോവാറില്ല ഇപ്പൊ. എനിക്ക് എന്റെ അമ്മയുടെ ഞാൻ മേടിച്ചോണ്ടിരുന്ന ഒരു മെഡൽ ഇല്ലാണ്ട് എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ പോവാറില്ല. ശ്രീവിദ്യയുടെ വീട്ടുകാരെ സന്തോഷിക്കാൻ വേണ്ടി നമ്മൾ ഓണം ഉണ്ടില്ലെങ്കിലും ശ്രീവിദ്യക്ക് കൈമാറും. ഇത് ഇവിടെ ചേരുള്ളൂ. അതാണ്. അത് ചിലത് കിടക്കേണ്ടടുത്ത് കിടക്കണം. അത് എന്റെ കിടന്നിട്ട് അങ്ങോട്ട് ചേരുന്നു. കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത മികച്ച കര. ചളിയാണെങ്കിലും കൗണ്ടർ ആണെങ്കിലും കണ്ടന്റ് ആണെങ്കിലും ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഈ വിജയിനെ എനിക്ക് പ്രഖ്യാപിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഈ ഓണം നമ്മൾ കൊണ്ടുപോയിരിക്കും. സത്യം, നിങ്ങൾ തൂക്കി തുറന്നോട്ടെ. ഷെയറിംഗ് ഈസ് കെയറിംഗ്. കണ്ണടക്കി അയ്യോ അഖിലേട്ടൻ. ആ കൗണ്ടർ നമുക്കൊന്ന് മാറ്റി കൊടുക്കാൻ പറ്റുമോ? ഒന്ന് മാറ്റി കൊടുത്തോട്ടെ പ്ലീസ്. ആദ്യമായിട്ട് ചരിത്ര നിമിഷത്തിലേക്ക് കടക്കുകയാണ്. ശ്രീവിദ്യക്ക് ലാസ്റ്റ് ഫിനിഷിംഗ് പോയിന്റ് എന്നുള്ള രീതിയിൽ, ഫോട്ടോ ഫിനിഷ് എന്നുള്ള രീതിയിൽ കൗണ്ടർ അടിച്ചിരിക്കുന്നു. ഇലക്ഷന് ജയിച്ചിട്ട് റീകൗണ്ടിൽ തോക്കുന്നു. ഉണ്ടായിരുന്ന ചളിയും പോയി. ഒരു മിനിറ്റ്, ഇത് ഇടുമ്പോ നമുക്ക് പൂക്കുറ്റി വേണം, എല്ലാം വേണം. പ്ലീസ് എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കണേ. എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കണേ. എല്ലാം റെഡിയാക്കി വെക്കണേ. മ്യൂസിക് വേണം. 1 2 3. ഇനി ഒരു പാട്ടാണ് ഞാൻ കടമെടുക്കുകയാണ്. ഇവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. ഉണ്ണികളെ ഒരു കഥ പറയാം. അതിന് മുമ്പ് ശാല പഴം ചേർത്ത് അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കണം. അതെന്തരീ നമ്മൾ എത്രയൊക്കെ എന്തൊക്കെ നേടിയാലും നമുക്ക് നാശമില്ല. അതങ്ങനെയാ ചിലര്. പാട്ടുണ്ടോ? ഉണ്ണികളെ ഒന്നുകൂടെ ഒരു പഴം ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇവിടെ ബോംബ് വരട്ടെ. ഞങ്ങളുടെ പ്രമാണിക്ക് ഞങ്ങൾ ഇട്ട് കൊടുക്കാൻ നേരെ കേരളത്തിൽ നിന്ന് ബോംബെയിലേക്ക് പോയിരിക്കും. അതാ ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഇനി ഒന്നും പറയാൻ സമ്മതിക്കണ്ട. നമുക്ക് ഇത് ഇവിടെ വെച്ച്
ചരിത്രത്തിൽ ആദ്യമായി കേസിന് വിധി പ്രഖ്യാപിക്കായിരുന്ന ജഡ്ജി പ്രതിയായി. ഇനി ഒന്നും പറയണ്ട, നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇത്രയോടൊപ്പം പ്രേക്ഷകരെ ഹാപ്പി ഓണം, കീപ് സ്മൈലിംഗ്, വൈ സോ സീരിയസ്, കോമഡി മാസ്റ്റേഴ്സ് ലേഡി ഫുൾ ഓൺ